വൈ സെൻറ്റ് പോൾസ് ആയുർവേദ? സെൻറ്റ് പോൾസ് ആയുർവേദയുടെ ചികിത്സാ വിധികൾ എന്തൊക്കെയാണ്? അത് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ട് എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കും നമുക്ക് നോക്കാം. ഇപ്പം മെയിനായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് വരുന്നത് വിട്ടുമാറാത്ത തുമ്മൽ, ശക്തമായ ജലദോഷം, കഫക്കെട്ട്, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചുമ, മൂക്കടപ്പ്, ശ്വാസം മുട്ട്, അതുപോലെ തന്നെ ഉദരസംബന്ധമായ രോഗങ്ങൾ, അസിഡിറ്റി, പിന്നെ ഗ്യാസ്ട്രൈറ്റിസ്, പുളിച്ച് തികട്ടി വരിക, പിന്നെ ഇതിനോടൊപ്പം തന്നെ സ്കിൻ അലർജി, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ട്രീറ്റ് ചെയ്ത് വരുന്നത്. അപ്പം നമ്മൾ ഏതൊരു വ്യക്തിയെ നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു പേഷ്യൻ്റ് എടുത്താലും അവരാദ്യം നോക്കുന്നത് എങ്ങനെ ഇത് എളുപ്പത്തിൽ മാറ്റാം, അല്ലെങ്കിൽ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് മെഡിസിൻസ് യൂസ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ പലരും ഇവിടെ വരുന്നവർ ആൻറ്റിഹിസ്റ്റമിൻസ്, നേസൽ സ്പ്രേസ്, ഡീകൺജസ്റ്റൻസ്, സ്റ്റിറോയിഡ്സ്, ഇൻഹേലേഴ്സ്, അല്ലെങ്കിൽ നെബുലൈസേഷൻ എടുക്കുന്നവർ, ഡെയിലി 2-3 ടൈംസ് ഇൻഹേലർ പഫ് യൂസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഇപ്പം ഉറങ്ങാൻ വേണ്ടിയിട്ട് ബൈപാക്ക് മെഷീൻസ് വരെ യൂസ് ചെയ്യുന്നവരാണ് നമ്മുടെ ഇവിടെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്ത് അതൊന്നും പറ്റാതെ ഒരു കണ്ടീഷൻ എത്തുമ്പോഴാണ് മിക്ക പേഷ്യൻസും ഇവിടെ എത്തുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ്സിൽ നിന്നൊക്കെ എങ്ങനെ നമ്മൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ഈ എല്ലാ രോഗത്തിൻ്റെയും മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഹൈപ്പർ സെക്രീഷൻ ഓഫ് മ്യൂക്കസ് ആണ്, കഫത്തിൻ്റെ അമിതമായി ഉണ്ടാകുന്ന ഉൽപ്പാദനം. അപ്പം ഈ ഏത് അലർജി ആണെങ്കിലും ആസ്മ ആണെങ്കിലും സ്കിൻ കണ്ടീഷൻസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഈ കഫം അധികമായി ഉൽപ്പാദിക്കപ്പെടുന്നതാണ്. അപ്പം ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ്സിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഫത്തെ അങ്ങ് ഉറപ്പിച്ച് കളയാണ്. ഇപ്പം ഇൻഹേലേഴ്സ് എടുക്കുമ്പോഴത്തേക്കും കഫം ഉണ്ടാകുന്നത് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും, അതങ്ങ് ഉറങ്ങിയിരിക്കും. അപ്പോൾ വേറെ എന്തെങ്കിലും ആൻറ്റിഹിസ്റ്റമിൻസ് ആണെങ്കിൽ തൽക്കാലം ആ റിഫ്ലെക്സിനെ സപ്രസ് ചെയ്ത് വെക്കുക, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ ഈ കഫം ഉണ്ടാകുന്ന ഹൈപ്പർ സെക്രീഷൻ ആയിട്ടുള്ള മ്യൂക്കസിനെ നമ്മൾ പുറത്തേക്ക് എക്സ്പെൽ ചെയ്ത് കളയുന്നു. എക്സ്പെക്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ മെഡിസിൻസ് കൊടുത്ത് അതിനെ എക്സ്പെൽ ചെയ്ത് കളയുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും ഉണ്ടാകുന്ന ഈ കഫത്തിൻ്റെ ഉൽപ്പാദനത്തിന് ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ നമ്മുടെ ബോഡിയിൽ, ആ ടെൻഡൻസി നമ്മൾ കുറയ്ക്കുന്നു. എപ്പോഴും ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് അവിടെ നിന്നാണ് ഈ മ്യൂക്കസ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. ഇങ്ങനെ കഫം വീണ്ടും ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ ടെൻഡൻസിയെ നമ്മൾ കുറയ്ക്കുന്നു. പിന്നെ സെക്കൻഡ്, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കഫത്തിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനത്തിനെ കളയുകയാണെങ്കിൽ സെക്കൻഡ് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുക. ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദഹനമായിക്കോട്ടെ, നമ്മുടെ ആമാശയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, അതിനൊക്കെ നമ്മൾ നോർമലൈസ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള മെഡിസിൻ ഉപയോഗിച്ച് സ്റ്റിറോയിഡ്സും ആൻറ്റിഹിസ്റ്റമിൻസും ഒക്കെ ഉപയോഗിച്ച് ഗട്ട് ഒരു മോശമായ സ്ഥിതിയിലായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഗട്ടിൻ്റെ ഹെൽത്ത് നമ്മൾ നോക്കണം. ഗട്ടിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ ഈ സ്റ്റൊമക്കിൻ്റെ ഡൈജഷൻ റെഗുലേറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ആഹാരമായാലും നമ്മുടെ ഔഷധമായാലും അത് ദഹിക്കുകയും അബ്സോർപ്ഷൻ ഈസി ആവുകയും അങ്ങനെ മെറ്റബലൈസേഷൻ നടന്ന് രോഗത്തെ നമുക്ക് കുറയ്ക്കാനും പറ്റത്തുള്ളൂ. മിക്ക രോഗങ്ങളും തന്നെ ഈ പറയുന്ന ഡൈജഷൻ പ്രോപ്പർ ആവാത്തത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ് സിനാരിയോ മിക്കവരും ഇമ്മ്യൂണിറ്റി, എസ്പെഷ്യലി കുട്ടികളിൽ ഇമ്മ്യൂണിറ്റി വളരെയധികം കുറവാണ്. അപ്പം ഈ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ പോലും നമ്മുടെ ശരീരം അമിതമായി പ്രതികരിക്കും അതിന് വേണ്ടിയിട്ട്. അപ്പം ഇമ്മ്യൂണിറ്റി നമ്മൾ ബൂസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഈ രോഗം ഉണ്ടാകാനുള്ള ചാൻസ് കുറയുന്നു. കാരണം നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഇംപ്രൂവ്ഡ് ആയി. അപ്പം എന്തെങ്കിലും അലർജിക് ഫാക്ടേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിഗറിങ് റീസൺസോ വരുമ്പോൾ നമ്മുടെ ബോഡി അമിതമായിട്ട് അതിന് പ്രതികരിക്കത്തില്ല. അങ്ങനെ നമുക്ക് നമ്മുടെ ബോഡി കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമ്മ്യൂണോ മോഡുലേറ്ററി ആയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുന്നു. അപ്പം അങ്ങനെ കൊടുക്കുമ്പം അപ്പം IG എന്നുള്ള ഫാക്ടർ എത്രയും സുപരിചിതമായിരിക്കില്ല, പക്ഷേ ഇമ്മ്യൂണോഗ്ലോബുലിൻ E എന്ന് പറയും, നമ്മുടെ ബ്ലഡിൽ കാണുന്ന ഒരു കോമ്പണൻ്റ് ആണത്. അപ്പം ഈ അലർജി വരുന്ന സമയത്ത് ഇത് റിയാക്ഷൻ കാരണം ഒത്തിരി റേസ്ഡ് ആവുന്നു. നോർമൽ വാല്യൂ 150 ആണെങ്കിലും ഇവിടെ വരുന്ന മിക്ക പേഷ്യൻസിലും 2000 അല്ലെങ്കിൽ 3000 അല്ലെങ്കിൽ 6000 വരെ കാണുന്ന പേഷ്യൻസാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 150 ആണ് അതിൻ്റെ നോർമൽ വാല്യൂ. അപ്പോൾ അത് കാണിക്കുന്ന അത്രയും ഹൈ ആയിട്ടാണ്. അപ്പം അങ്ങനെ റേസ്ഡ് ആവുന്ന ഈ IG വാല്യൂസിനെയൊക്കെ നമ്മൾ ബാക്ക് ടു നോർമൽ 150ലേക്ക് കൊണ്ടുവരാൻ നമ്മൾ നോക്കുന്നു. പിന്നെ ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വിട്ടുമാറാതെ നിൽക്കുന്ന ദീർഘകാലമായിട്ട് നീണ്ടു നിൽക്കുന്ന ചുമ. എന്ത് കഫ് സിറപ്പ് എടുത്താലും എന്ത് സ്റ്റിറോയിഡ്സ് എടുത്താലും
താൽക്കാലിക ഒരു ശമനം ഉണ്ടാകുന്നു, പക്ഷെ വീണ്ടും ട്രിഗറിങ് ഫാക്ടർ വരുമ്പോൾ ഇത് വീണ്ടും ചുമയാവുന്നു, നിർത്താതെ ചുമയ്ക്കുന്നു, അവർക്ക് പുറത്തു പോയിട്ട് ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എവിടെ പോകാനും ഒരു ഇൻഹിബിഷൻ, ഒരു ഉൾവലിഞ്ഞൊരു പ്രകൃതിയിലേക്ക് പോവുക. അപ്പം നമ്മൾ ആ ഒരു കണ്ടീഷനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്വാസമുട്ടെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ശ്വാസം എടുക്കാൻ പറ്റാതെ വരിക. അപ്പം ഈ പറഞ്ഞ പോലെ ഇൻഹേലേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ലങ്സിൻ്റെ ഒരു കപ്പാസിറ്റിയൊക്കെ കുറഞ്ഞ അവസ്ഥയിലാണ് മിക്കവരും ഇവിടെ വരുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഈ ലങ്സിൻ്റെ ഇപ്പം റിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ചസിനെയൊക്കെ നമ്മൾ പോസിബിൾ ആക്കുന്നു. ഈ സ്പാസും ഒക്കെ ഉണ്ടാവും, ഈ ബ്രോങ്കിയൽ ട്യൂബ്സ് അല്ലെങ്കിൽ ശ്വാസനാളങ്ങളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെ കുറച്ച് അതിലൂടെ സുഗമമായിട്ട് ഓക്സിജൻ പോകാനും അതുപോലെ തന്നെ ലങ്സിൻ്റെ വൈറ്റൽ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള മെഡിസിൻസുമാണ് നമ്മളിവിടെ നൽകുന്നത്. ഇനി ഈ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ്സിൽ നിന്നും എങ്ങനെ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം മിക്ക ട്രീറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിലും ഇപ്പം തുമ്മലിനായാലും ചുമയ്ക്കാണെങ്കിലും എല്ലാ ട്രീറ്റ്മെൻറ്റിലും മെയിനായിട്ട് പേഷ്യൻസ് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് അമിതമായിട്ടുള്ള ക്ഷീണം. കാരണം ഈ ആൻറ്റിഹിസ്റ്റമിൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എങ്ങനെ ഇത് ലോക്കലി ആക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ബ്രെയിൻ സെൻറ്റേഴ്സിൽ ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സപ്രഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഇത് രാത്രി കാലങ്ങളിൽ ആൻറ്റിഹിസ്റ്റമിൻസ് എടുക്കാൻ പറയുന്നത്. അപ്പോൾ രാത്രി ആ ക്ഷീണത്തിൽ അത്രയും ക്ഷീണം നമ്മുടെ ബോഡി അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇത് കഴിച്ചിട്ട് കിടക്കുന്ന കുട്ടികൾക്ക് രാവിലെ ജോലിക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്ക് പ്രോപ്പറായിട്ട് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ക്ഷീണം ഉണ്ടാവും. ഇതിൻ്റെ ഒരു എഫക്റ്റ് കാരണം ആ ക്ഷീണം നിലനിൽക്കും. അപ്പോൾ എന്നും ഈ ആൻറ്റിഹിസ്റ്റമിൻസ് കഴിക്കുമ്പം അതൊരു സാധാരണ ഒരാളെ സംബന്ധിച്ച് അത് അത്രയങ്ങ് എഫക്റ്റീവ് ആവത്തില്ല. കാരണം ഈ ക്ഷീണം ഉള്ളത് കൊണ്ട് ബാക്കിയുള്ള ജോലികളിൽ അയാൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെയാണ് മെഡിസിൻ്റെ ഡിപ്പെൻഡൻസി. ഇപ്പം നമ്മളൊരു ആൻറ്റിഹിസ്റ്റമിൻസ് എടുക്കുകയാണെങ്കിൽ ആദ്യം അത് അറിയാതെ എടുക്കുന്ന ഒരു മെഡിസിൻ ഫസ്റ്റ് അത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോടുകൂടി ആയിരിക്കും ആൾ മേടിക്കുന്നത്. പിന്നീട് സ്വയം ചികിത്സ തുടങ്ങും. ഇത് ഡെയിലി ഈ ടാബ്ലറ്റ്സ് തന്നെ കഴിക്കാൻ തുടങ്ങുക. 4-5 മാസം ആൻറ്റിഹിസ്റ്റമിൻസ്, ഈ തുമ്മലിനൊക്കെ ആൻറ്റിഹിസ്റ്റമിൻസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുമ്പം അങ്ങനൊരു താൽക്കാലിക ഒരു സപ്രഷൻ മാത്രമേ ഉള്ളൂ. ആ രോഗം നമ്മൾ മാറുന്നില്ല. വീണ്ടും അതിൻ്റെ ഡിപ്പെൻഡൻസി കൂടിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ഡോസ് കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ള എന്നും നിത്യേന അത് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. നമ്മളിവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മെഡിസിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടല്ല, അതിനൊരു കാലാവധിയുണ്ട്. ഒരു 6 months നമ്മൾ ടൈം പറയുന്നുണ്ട്. 7th month നമ്മളത് ടേപ്പർ ചെയ്ത് മെഡിസിൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് ഈ പറയുന്ന പോലെ എന്തെങ്കിലും അലർജി ആണ്, എന്തെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടർ വരുവാണെങ്കിൽ തന്നെ അത്രയും ഒരു റെസ്പോൺസീവായിട്ട് ഒരിക്കലും കാണിക്കാറില്ല. ചെറിയ മെഡിസിൻസ് കഴിച്ച് അതിനെ നമുക്കങ്ങ് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മെഡിസിൻസ് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ്സിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ എല്ലാം ഒരു ടൈം വേണം. സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ ഏതൊരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കുറച്ചുകൂടി ഈസിയാണ്. നമ്മുടെ കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഇത് കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് മാറ്റാനായിട്ട്. പ്രായമാകും തോറും അവരുടെ ആരോഗ്യബലത്തിനെയൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ ഡിപ്പെൻഡൻസി വരുന്നത്, മെഡിസിൻ്റെ ഡിപ്പെൻഡൻസി വരുന്നത്, ഈ പറഞ്ഞ പോലെ പൈപ്പാപ്പ് മെഷീൻസൊക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഏതൊരു രോഗവും ആദ്യം കണ്ടുപിടിക്കുകയും ഇത്രയും പെട്ടെന്ന് ചികിത്സിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ഒത്തിരി ആൾക്ക് ഒത്തിരി ഈസി ആയിട്ട് അതിനെ മറികടക്കാൻ സാധിക്കും.